1971 യുദ്ധമാണല്ലോ ഇപ്പൊ ചർച്ച. നമുക്ക് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. 8 ഇന്ത്യൻ വ്യോമതാവളങ്ങളിൽ വ്യോമാക്രമണം ഉൾപ്പെടെ ശക്തമായ ആക്രമണം പാകിസ്ഥാൻ നടത്തിയപ്പോൾ വേറെ വഴിയില്ലാതെയാണ് ഇന്ത്യ 1971 യുദ്ധത്തിന് മുതിരുന്നത്. ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പേരിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണമാണ് നമ്മളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. ഈ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തോട് അപേക്ഷിക്കുകയാണ്. അതായത് ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ക്യാമ്പുകൾ ഒരുപാട് തുറക്കേണ്ടി വരുന്നു, ഇന്ത്യക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന സ്വരൺ സിംഗ് മറ്റ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരെ കാണുന്നു, അന്താരാഷ്ട്ര സമൂഹത്തോട് സഹായത്തിനായിട്ട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നു. യാതൊരു സഹായവും കിട്ടാത്തവരെയാണ്. ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്ന് കയറുന്നതിനേക്കാളും നല്ലത് എന്തുകൊണ്ടും പാകിസ്ഥാനുമായി യുദ്ധം തന്നെ എന്ന രീതിയിലേക്ക് ഒടുവിൽ ഇന്ത്യ എത്തുകയാണ്. ഇനി അധികം ആർക്കും അറിയാത്ത ഒരു കാര്യം കൂടി പറയാം. 1971 ഏപ്രിൽ അവസാനത്തോടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നമ്മുടെ അന്നത്തെ സൈനിക മേധാവി ജനറൽ സാം മനേക്ഷയോട് പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. കിഴക്കൻ പാകിസ്ഥാനിൽ മഴക്കാലം ആരംഭിച്ചതും സൈനിക ടാങ്കുകൾ പുനഃസ്ഥാപിച്ചതും ചൂണ്ടിക്കാട്ടി അന്ന് സാം മനേക്ഷ യുദ്ധത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. മനേക്ഷയുടെ സ്വന്തം സ്വകാര്യ വിവരണത്തിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. അദ്ദേഹം രാജിവെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സൈനിക മേധാവി അന്ന് രാജിവെക്കുകയാണ്. ഇന്ദിരാഗാന്ധി അത് നിരസിച്ചു. കാരണം അദ്ദേഹം രാജിവെച്ചാൽ കാര്യങ്ങൾ ആകെ കുഴയും. ഇന്ദിരാഗാന്ധിയെ ആവശ്യപ്പെടുന്നത് പോലെ ഒരു യുദ്ധം ചെയ്യാൻ അന്ന് കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സൈനിക മേധാവിയായ തന്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് സംഘർഷത്തിന് തയ്യാറെടുക്കാൻ അനുവദിച്ചാൽ വിജയം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അതിനുള്ള തീരുമാനങ്ങൾ സൈന്യമെടുക്കുന്നു, തീയതി നിശ്ചയിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ വ്യവസ്ഥകളും ഇന്ദിരാഗാന്ധി അംഗീകരിക്കുന്നു. 71 യുദ്ധത്തിൽ ജനറൽ സാം മനേക്ഷയുടെ ആ ഒരു ബ്രില്യൻസ് വളരെയധികം നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. ഇന്ന് വലിയ രീതിയിൽ വീമ്പ് പറയുന്നുണ്ടല്ലോ പലരും. അന്ന് ഈ തിരിച്ചടിക്ക് വൈകിയിരുന്നു ഇന്ത്യ. അതായത് യുദ്ധം ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് എടുത്തുചാടി യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകരാക്രമണം വന്നതിന് ശേഷം തിരിച്ചടിക്കാൻ സമയമെടുത്തതുപോലെ അന്നും സമയമെടുത്തു. അന്ന് ജീവിച്ചിരുന്ന ഇപ്പോഴും ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കറിയാമായിരിക്കും. അന്നും സമയമെടുത്തു. അതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിക്ക് വിമർശനം നേരിടേണ്ടി വന്നു. അതായത് ഇന്ദിരാഗാന്ധിയുടെ സംയമനത്തെ വിമർശിക്കുന്ന ആളുകൾ സ്വന്തം പാർട്ടിയിൽ പോലും ഉണ്ടായിരുന്നു, സഹപ്രവർത്തകര്. പൊതുജനാഭിപ്രായത്തെ തൃപ്തിപ്പെടുത്താൻ ആദ്യ നാളുകളിൽ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞില്ല. വലിയ പ്രഷർ അവരുടെ മുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ മിലിറ്ററി ആണെങ്കിൽ ഉചിതമായ സമയത്തെ ചെയ്യാൻ പറ്റൂ, അങ്ങനെ എടുത്തു ചാടാൻ പറ്റില്ല എന്ന നിലപാടുമാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധി വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയി കുറെ നാൾ. ഒടുവിൽ മിലിറ്ററി ശക്തമായൊരു തിരിച്ചടി കൊടുത്ത് സത്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ആത്മാഭിമാനം കൂടിയാണ് സംരക്ഷിച്ചത്. കാരണം പ്രധാനമന്ത്രിയുടെ മേൽ അത്രമേൽ വിമർശനം ആ സമയത്തുണ്ടായിരുന്നു. ഇനി യുദ്ധത്തിന്റെ സമയത്ത് അമേരിക്കയെ വെല്ലുവിളിച്ച ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുന്നുണ്ട്. അന്നത്തെ ശീതയുദ്ധ കാലത്ത് ചേരിചേരാ നയം സ്വീകരിച്ചെങ്കിലും ഇന്ത്യ സോവിയറ്റ് യൂണിയനൊപ്പമായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സണും അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒട്ടും സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്നതും അറിയാം. അതൊരു മികവായിട്ടൊന്നും ആരും പറയരുത്. ഇന്ന് നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നല്ല റിലേഷനാണുള്ളത്. 71 അങ്ങനെയല്ല, വളരെ മോശമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഇതാ ഉത്തര കൊറിയയുടെ കിം ജോങ് ഉൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന പോലെ ചൈനയ്ക്ക് പോലും വെല്ലുവിളിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇറാന്റെ പ്രസിഡന്റ് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന പോലെ ചൈനയ്ക്ക് പോലും വെല്ലുവിളിക്കാൻ പറ്റില്ല. അപ്പോ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാത്ത അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത രാജ്യങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്യൂബയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഉത്തര കൊറിയയ്ക്ക് ചെയ്യാം. ഇന്ത്യ അങ്ങനെയല്ല. 71 ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായിരുന്നത് വളരെ ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടാക്കിയ സംഭവമായിരുന്നു. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഇവിടെ പറയാം. എന്തോ അമേരിക്കൻ കപ്പലുകൾ വന്നപ്പോൾ ഇന്ത്യയാണോ അതിനെ ചെറുത്ത് തോൽപ്പിച്ചത്? വലിയ വീരവാദമൊക്കെ പറയുമ്പോഴേ നമ്മളെങ്കിൽ ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും. അമേരിക്കയുടെ നേതൃത്വത്തിൽ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എന്റർപ്രൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ഇന്ത്യയിലേക്ക്, ബംഗാൾ ഉൾക്കടലിലേക്ക് വരികയാണ്. ഇതിന്റെ ഒപ്പം തന്നെ അന്ന് ഈ റഷ്യയുടെ ചില ഡോക്യുമെന്റ്സ് പ്രകാരം UK വിമാനവാഹിനി കപ്പലായിട്ടുള്ള HMS ഈഗിളിന്റെ നേതൃത്വത്തിലും ഒരു കാരിയർ യുദ്ധ സംഘം ഉൾക്കടലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അതിനെ നേരിട്ടത് ഇന്ത്യൻ നേവി ആണോ അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി ആണോ? അല്ലല്ലോ. അന്ന് ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയന്റെ സഹായം തേടിയോ ഇല്ലയോ? അമേരിക്കയെ അന്ന് നേരിട്ടത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് നാവികസേന ഇന്ത്യയിലേക്ക് 2 കൂട്ടം ക്രൂയിസറുകളും ഡിസ്ട്രോയറുകളും അയക്കുകയാണ്. കൂട്ടത്തിൽ ഒരു ആണവ അന്തർവാഹിനി കൂടി ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് എത്തുകയും അമേരിക്കൻ കപ്പലുകളെ തടയുകയും ചെയ്യുകയാണ്.
സോവിയറ്റ് യൂണിയനുമായിട്ട് നേരിട്ടൊരു യുദ്ധം ഒഴിവാക്കാനാണ് അന്ന് അമേരിക്ക ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെടാതെ പിന്തിരിഞ്ഞത്. ഇന്ന് ന്യായമായും വേണമെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൂടെ, ഇന്ത്യൻ നേവിയെയും അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെയും വിശ്വാസമില്ലാതെ സോവിയറ്റ് യൂണിയന്റെ സഹായം തേടിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയെ അന്ന് സത്യത്തിൽ അപമാനിക്കുകയല്ലേ ചെയ്തത്? അമേരിക്കൻ നേവിയെ ഇന്ത്യൻ നേവി നേരിടുമായിരുന്നല്ലോ എന്ന് വേണമെങ്കിൽ ഇന്ന് ചിന്തിച്ചൂടെ? അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്, നയതന്ത്ര ബന്ധങ്ങൾ ഓരോ രീതിയിലാണ് രാജ്യങ്ങളുമായിട്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തത് സോവിയറ്റ് യൂണിയനാണ്, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് അമേരിക്കയാണ്. ഇന്ത്യയുടെ മുമ്പിൽ വേറെ ഒരു വഴിയും ഇല്ലാതെയാണ് ഇന്ത്യ ആ യുദ്ധത്തിലേക്ക് പോകുന്നത്. ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാൻ ആക്രമിച്ചതും യുദ്ധം ചെയ്യാൻ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. അന്ന് പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടായിരുന്നില്ല. അന്നും ഇന്ത്യയുടെ പട്ടാളക്കാരുടെ ധീരമായ പോരാട്ടമാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ഇന്നും ഇന്ത്യയുടെ പട്ടാളക്കാരുടെ ധീരമായ പോരാട്ട വീര്യമാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. അന്ന് യുദ്ധത്തിന് ശേഷം നമ്മൾ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. പിടികൂടിയ പട്ടാളക്കാരെ വിട്ടുകൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു, യാതൊന്നും തിരിച്ചാവശ്യപ്പെടാതെ. എന്തുകൊണ്ടാണ്? അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രഷർ കാരണമാണ്. അല്ലെങ്കിൽ അത്രയും വലിയ ഉരുക്ക് വനിതയും ധീരയുമായിരുന്നു ഇന്ദിരാഗാന്ധി എങ്കിൽ എന്തുകൊണ്ടാണ് പിടിച്ചെടുത്ത എല്ലാ സ്ഥലങ്ങളും പാകിസ്ഥാന് തിരിച്ചു കൊടുത്തത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ച എന്തായിരുന്നു? നമുക്കറിയില്ല. അന്ന് ഇന്ത്യ പിടിച്ചെടുത്ത എല്ലാ സ്ഥലവും വിട്ടുകൊടുത്തു, ഒരു ഗുഡ് വില്ലിന്റെ ഭാഗമായിട്ട്, ലോങ് ടേം പീസിന് വേണ്ടിയിട്ട്. ഇത് പാകിസ്ഥാനെ ഭയന്ന് ചെയ്തതാണോ അതോ അമേരിക്കയെ ഭയന്ന് ചെയ്തതാണോ പിടിച്ചെടുത്ത എല്ലാ സ്ഥലവും വിട്ടുകൊടുത്തത്? അങ്ങനെ ഒരു കീഴ്വഴക്കം എവിടെയാണ് ഉള്ളത്? 1962 ഇന്ത്യയുടെ പ്രദേശങ്ങൾ ചൈന പിടിച്ചെടുത്തു, അക്സായി ചിഹ്നം എന്ന് പേരിട്ട് വെച്ചിരിക്കുകയാണ്. അത് അവര് നമുക്ക് തിരിച്ചു തന്നോ? യുദ്ധം അവസാനിപ്പിച്ചപ്പോ, വെടിനിർത്തൽ ഉണ്ടായപ്പോൾ നമുക്ക് തിരിച്ചു തന്നോ? ഇല്ലല്ലോ. പക്ഷെ ഇന്ത്യ എന്തിനാണ് 1971 പിടിച്ചെടുത്ത സ്ഥലം പാകിസ്ഥാന് വിട്ടുകൊടുത്തത്? അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ധൈര്യവും തന്റെ ഇടവും ഒക്കെ എവിടെ പോയി? അമേരിക്ക ചെയ്യാനുള്ളത് ചെയ്, പാകിസ്ഥാൻ ചെയ്യാനുള്ളത് ചെയ്, ഞങ്ങൾ വിട്ടുതരില്ല, ഞങ്ങളുടെ ജവാന്മാർ ജീവൻ കൊടുത്ത് പിടിച്ചെടുത്ത സ്ഥലമാണ്, ഇത് തരില്ല. ഇനി അഥവാ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാക് അധീന കാശ്മീർ മുഴുവനായി ഇങ്ങോട്ട് താ എന്ന് ഉരുക്കു വനിത എന്തുകൊണ്ടാണെന്ന് ആവശ്യപ്പെടാത്തത്? 93,000 പട്ടാളക്കാരാണ് ഇന്ത്യയുടെ പിടിയിലുണ്ടായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഒരു യുദ്ധവും ഏറ്റവും അധികം പിടിയിലായ പട്ടാളക്കാരും. ഇന്ത്യൻ പട്ടാളക്കാര് ജീവൻ കൊടുത്ത് നേടിയെടുത്ത വിജയം അടച്ചിട്ട മുറിയിലെ ചർച്ചയിൽ നിഷ്പ്രഭമായി പോയില്ലേ? യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ യാതൊന്നും പ്രതിഫലമായി കിട്ടാതെ പിടികൂടിയ എല്ലാ സൈനികരെയും വിട്ടുകൊടുക്കുന്നു, പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുത്ത് പഴയപടി പോയി നിൽക്കുന്നു. അപ്പോൾ പിന്നെ ആ യുദ്ധം കൊണ്ട് എന്ത് നേട്ടമാണ് ഇന്ത്യക്കുണ്ടായത്? ബംഗ്ലാദേശികളാണെങ്കിൽ ഇന്ന് 71 ഇന്ത്യ സഹായിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കിടന്ന് ചാടുകയുമാണ്. ചിക്കൻ നെക്ക് കോറിഡോർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും ദുർബലമായ ഒരു റീജിയൺ ഉണ്ട്. ആ ഏരിയ പോലും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് 71 യുദ്ധത്തിന് ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞില്ല. ഇത്രയും ജവാന്മാർ ജീവൻ കൊടുത്തു, ഇത്രയും പണം ചെലവാക്കി വലിയൊരു യുദ്ധമാണ് നമ്മൾ ചെയ്തത്. ഇത്രയും വലിയ പട്ടാളക്കാരെ നമ്മൾ പിടികൂടി തടവുകാരായിട്ട് പാകിസ്ഥാന്റെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ നെക്ക് കോറിഡോർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനോ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാനോ പോലും ആ യുദ്ധത്തിൽ കഴിഞ്ഞില്ല. ആകെ ഉണ്ടായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യത്തെ ഉണ്ടാക്കി കൊടുത്തു. ആ രാജ്യത്തിലുള്ളവർക്കാണെങ്കിൽ നമ്മളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഏതാണ്ട് നമ്മുടെ കേരളത്തിനേക്കാൾ വലിപ്പമുള്ള അത്രയും പ്രദേശം ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തതാണ് യാതൊന്നും പ്രതിഫലമില്ലാതെ വിട്ടുകൊടുത്തത് എന്ന് ഓർക്കണം. അന്താരാഷ്ട്ര പ്രഷർ, അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളെയും ഉള്ള ഭയം, പാകിസ്ഥാൻ വീണ്ടും യുദ്ധത്തിന് വരുമോ എന്നുള്ള ഭീതി, ഇതെല്ലാം കൊണ്ടാണോ ഇന്ദിരാഗാന്ധി വിട്ടുകൊടുത്തത്? അപ്പൊ ദയവേത് ഓരോ കാലത്തെയും സാഹചര്യങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഇന്ദിരാഗാന്ധി ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. നമ്മൾ അവരുടെ കാലത്ത് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അന്നും യുദ്ധം ചെയ്തത് ഇന്ത്യൻ ആർമിയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. പക്ഷെ ഇന്നും യുദ്ധം ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണെന്ന് മറന്നു പോകരുത്. 1971 അമേരിക്ക ഇന്ത്യയുടെ ശത്രുവായിരുന്നു. പരസ്യമായി തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ശത്രുത നിലനിന്നിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഇന്ദിരാഗാന്ധിയെ മന്ത്രവാദിനി എന്നുവരെ വിളിച്ചിട്ടുണ്ട്. ഇന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ മൈ ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്. മോദിയും അങ്ങനെയാണ്. ഇന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ നല്ല ടേംസിലാണ്. അപ്പോ ഇന്ത്യ ഇവിടെ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ഇന്ത്യ അത് പറഞ്ഞതുമാണ്. ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു മിലിറ്ററി ഫെസിലിറ്റീസിനെയും ആദ്യം ആക്രമിച്ചിട്ടില്ല. നമ്മൾ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. എന്നാൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് നമ്മുടെ ഫെസിലിറ്റീസിലേക്ക് ആക്രമണം നടത്തിയപ്പോഴാണ് നമ്മൾ തിരിച്ചടിക്കുന്നത്. പക്ഷെ പാകിസ്ഥാന്റെ ആക്രമണം വിജയം കണ്ടില്ല.
നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അതിനെ തകർത്തു. പക്ഷെ പാകിസ്ഥാൻ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചടി കൊടുത്തു. 2 ദിവസം കൊണ്ട് അവരുടെ സകല സംവിധാനങ്ങളെയും നമ്മൾ താറുമാറാക്കി. ഇനി യുദ്ധം ചെയ്താൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെടുകയാണ്. വിളിച്ചാവശ്യപ്പെട്ടു നമുക്ക് വെടിനിർത്തലാകാമെന്ന്. ഇനി പാകിസ്ഥാന് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മധ്യസ്ഥരായിട്ട് അമേരിക്കയെ കൂടെ അവർ കോണ്ടാക്ട് ചെയ്യുന്നത്. കാരണം ഇന്ത്യയുടെ മുമ്പിൽ അവർ കീഴടങ്ങിയെന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിനകത്ത് മിലിറ്ററി വീണ്ടും നാണം കെടും. അതുകൊണ്ട് അമേരിക്ക ഇടപെട്ട് നിർത്തിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് ഉണ്ടായത്. അതാണ് സംഭവിച്ചത്. ഇന്ത്യയുമായിട്ടൊരു പരമ്പരാഗത യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ ഇന്ന് ശേഷിയില്ല. അത് ആണവ യുദ്ധത്തിന് മാത്രമേ അവർക്ക് കഴിയൂ. ആണവ യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പിന്നെയും അവശേഷിക്കും. പാകിസ്ഥാൻ ചിഹ്ന ഭിന്നമായി പോവും. പിന്നെ ബാക്കി ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ എക്കണോമിക് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പിന്നെയും നമ്മൾ 50, 100, 150 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ യുദ്ധത്തിന് തയ്യാറാകാത്തത്. അപ്പോൾ 71 സാഹചര്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചരിത്രം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.